ഞങ്ങൾക്ക് മനസ്സിലായില്ലാതാണ് വി.ഡി. സതീശന്റെ ശരീരഭാഷ ഉൾപ്പെടെ എല്ലാം രൂപപ്പെടുത്തുന്നത് അനുകൂലമാണ്. ഈ കേന്ദ്ര ബജറ്റിനെതിരെ പ്രമേയം കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊന്നും സഭയിൽ പ്രതിപക്ഷം ബഹിഷ്കരിച്ചു. പ്രതിപക്ഷത്തിന് അത് പറ്റൂല. കേന്ദ്ര ഗവൺമെന്റിന്റെ കേരള വിരുദ്ധ നിലപാടിനെതിരായിട്ട് പ്രമേയം അവതരിപ്പിക്കാൻ ഇന്ന് കേരള ഗവൺമെന്റ് തീരുമാനിച്ച പശ്ചാത്തലത്തിൽ മന്ത്രിസഭ അതിന്റെ ഭാഗമായിട്ട് തീരുമാനമെടുത്ത പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി ആ കാര്യം സഭയിൽ പറയാൻ പോകുമ്പോൾ ഇന്നും അവർ ബഹിഷ്കരിച്ചു പോകും. അവർക്ക് കേന്ദ്രത്തിനെതിരായിട്ട് മുണ്ടാൻ ധൈര്യമില്ല. അതാണ് കാര്യം. ഈ കേന്ദ്രത്തിനെതിരായിട്ട് ഒരു അക്ഷരം പറയാൻ ധൈര്യമില്ലാതെ ഇതുപോലെ ഒരു പ്രതിപക്ഷം, കേരളത്തിന്റെ താല്പര്യം സംരക്ഷിക്കാൻ തയ്യാറില്ലാത്ത ഒരു പ്രതിപക്ഷം, കേരളത്തിന്റെ വികസനത്തെ പറ്റി മുണ്ടാൻ ഞങ്ങൾ ഇല്ല എന്ന് പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിപക്ഷം, ലോകത്തുള്ള പ്രതിപക്ഷം ക്രിയാത്മകമായ ജനാധിപത്യപരമായ രീതിയിലേ കൈകാര്യം ചെയ്യേണ്ടത്. എല്ലാ പ്രതിപക്ഷം ലോകത്ത് എവിടെയായാലും പ്രതിപക്ഷത്തെ ചെയ്യുക. ഇവിടെ ഒരു വികസന പ്രവർത്തനത്തെയും പറ്റി മുണ്ടിക്കൂടാ, ഒരു വികസന പ്രവർത്തനവും ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പരസ്യമായിട്ട് നിലപാട് സ്വീകരിക്കണം അവർ. അതാണ് UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ബേപ്പൂരിൽ TV അൻവർ LDFിന്റെ മുൻ MLA ആയിരുന്നു സ്ഥാനാർത്ഥിയാണെന്നാണ് പറയുന്നത്. അതിന് ഞാൻ രാവിലെ വരുമ്പോൾ വാർത്ത കേട്ടു. ആദ്യം അവർ പറഞ്ഞത് ഞങ്ങൾ ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ്. ഇന്നിപ്പം വരുന്ന വാർത്ത എന്നൊരു സ്ഥാനാർത്ഥികളെ ഇപ്പം പ്രഖ്യാപിക്കുന്നില്ല എന്നാണ്. അല്ല, ഞങ്ങൾക്കായിരുന്നു പ്രശ്നമുണ്ടായിരുന്നു. ആര് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നു എന്നുള്ള ഞങ്ങൾക്ക് പ്രശ്നമായിരുന്നു. ഈ അൻവറിന്റെ കാര്യം ഞങ്ങളതിൽ പറയേണ്ട കാര്യമില്ല. അൻവർ UDFന്റെ ഭാഗമായിട്ട് പോയി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ബേപ്പൂരിൽ ആയിക്കോട്ടെ, എല്ലാം പോലെ പോകും. മത്സരിക്കുമ്പോഴേ പോരെ. പക്ഷേ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സോണിയാഗാന്ധിയെ കാണാൻ അടൂർ പ്രകാശ് ആന്റണി അവസരമൊരുക്കിയ ഫോട്ടോകൾ പുറത്തു വന്നു എന്നതിനപ്പുറം ഇവരുടെയും പങ്ക് എന്തെങ്കിലും തെളിയിക്കുന്ന എന്തെങ്കിലും അല്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഈ ഫോട്ടോ മാത്രം അടിസ്ഥാനപ്പെടുത്തിയാണോ? ഫോട്ടോ ഒരു പ്രധാനപ്പെട്ട ഘടകമല്ലേ. സോണിയാഗാന്ധിയെ സാധാരണ രീതിയിൽ എല്ലാവർക്കും കാണാൻ പറ്റില്ലല്ലോ. പറ്റുമോ? ഇല്ല. അങ്ങനെയുള്ള ഒരാളെ കാണാൻ ബെല്ലാരിയിലെ ഈ സ്വർണം വാങ്ങിക്കൂട്ടിയ ജ്വല്ലറി ഉടമ ഗോവർദ്ധനും ഈ എല്ലാ കൊള്ളക്കും കൂട്ടുനിന്ന് നേതൃത്വം കൊടുത്തിട്ടുള്ള ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും രണ്ടാളും ചേർന്ന് അന്നത്തെ ഇപ്പോഴത്തെ രണ്ടാളും ഇപ്പോൾ MP-മാരാണ്. 2 MP-മാർ, കോൺഗ്രസ് നേതാക്കന്മാർ, UDFന്റെ ചെയർമാൻ ഉൾപ്പെടെ അന്നത്തെ ദേവസ്വം ബോർഡ് ചെയർമാനും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വ്യക്തികൾ ചേർന്ന് ഒന്നിൽ കൂടുതലോ പ്രാവശ്യം എന്തിന് കണ്ടു എന്നുള്ളത് മറുപടി പറയണ്ടേ? നിങ്ങൾക്ക് മറുപടി ഉണ്ടോ? ഇനി എനിക്കില്ല. അതാണ് മറുപടി ഇല്ല എങ്കിൽ മറുപടി ഇല്ല പറയണം. അപ്പോൾ വേറെന്തുകൊണ്ടെന്നല്ലേ മനസ്സിലാവണം, അന്വേഷിക്കണം. അതിനെന്തിനാ ഇങ്ങനെ വല്ലാതെ വിഷമാകുന്നത്?